साहिबा आए घर काहे ना ऐसे. ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പ്ലാനറ്റോറിയത്തിലേക്കാണ്. ചരിത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു ഓളത്തിന് പറഞ്ഞതാ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഡൈനോസറും ആനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തുകൊണ്ട് അതൊക്കെ ചളി പിടിച്ച് വൃത്തികേടായി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റോറിയം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ഗാന്ധിജീൻ്റെ ഒരു പ്രതിമയായിരുന്നു. ഗാന്ധിജി ഇങ്ങനെ നൂൽക്കുന്നത്. പിന്നെ ഞാനൊരു വെയേർഡായിട്ടുള്ളൊരു സാധനം കണ്ടു. എനിക്ക് വെയേർഡായിരിക്കും. അങ്ങനെ ഞാൻ അതിൽ കയറി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഊഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലിൽ കണ്ട എന്തായാലും ഊഞ്ഞാലാടണമല്ലോ. അങ്ങനെ ഞാൻ ഊഞ്ഞാലാടാൻ പോയി. അങ്ങനെ ഞാൻ ഊഞ്ഞാലാടുന്നതിൻ്റെ ഇടയ്ക്ക് മുകളിലോട്ടേക്ക് നോക്കി. അപ്പോൾ ഞാൻ നിറയെ മരങ്ങളൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറേ ആൾക്കാർ കാറെടുത്ത് പൊക്കുന്ന കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കത് ചെയ്യണമെന്ന്. ഞാനും കൂടി അത് ചെയ്തു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അക്വാ ലൈഫ് കോർണറിലേക്കായിരുന്നു. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, മീനിനെ വളർത്തുന്ന ഒരു സ്ഥലം അതായിരുന്നു. കുറേ മീനുണ്ടായിരുന്നു. ഒന്നിൻ്റെ പേരെനിക്കറിയില്ല. കുറേ എണ്ണം ക്യൂട്ടായിരുന്നു. കുറേ എണ്ണം നമ്മൾ കറി വെച്ചും പൊരിച്ചും തിന്നുന്ന പോലത്തെ മീനായിരുന്നു. പക്ഷേ ഈ മീൻ അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിനെയാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹാൾ ഓഫ് ഓഷ്യനിലോട്ടായിരുന്നു. അവിടെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കൊക്കും പേളും പിന്നെ കുറേ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും അങ്ങനെ കടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ അവിടെ ഒരു ക്വിസ് കോർണറും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചരിത്രത്തിനെ പറ്റിയും ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഇതെനിക്ക് വലിയ ഇഷ്ടമായിക്കില്ല, കാരണം ഭയങ്കര ചരിത്രം പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി 3D തിയേറ്ററിലോട്ട് പോയി. അവിടെ നിന്ന് ഒരു ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3D ഫിലിമൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് ആസ്ട്രോണമിയിലേക്കാണ്. ഞാനിങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാമെന്ന്. എനിക്കിതിനെപ്പറ്റി യാതൊരു തേങ്ങയും ചക്കയും അറിയില്ല. പക്ഷേ എല്ലാം കണ്ടിരിക്കാമല്ലോ. അങ്ങനെ ഇതൊക്കെ നോക്കി. അവിടെ പിന്നെ എല്ലാ ഗ്രഹങ്ങളും ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി. കോഴിക്കോട് വന്ന് ഫുഡ് കഴിച്ച് ഞാൻ വല്ലാണ്ട് വെയിറ്റ് കൂടീന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കളർ മാറി വരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതുകൂടി ഉണ്ടായിരുന്നു. ഇതും എന്താണെന്നൊന്നും എനിക്ക് വലിയ അറിയില്ല. ബോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയോ മാറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അവിടെ പുറത്തുള്ള എല്ലാവരോടും ചാച്ചയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും അറിയാത്ത ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോയിന്ന്. നമ്മളെല്ലാ കാര്യവും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. സോ അത്രയേ ഉള്ളൂ.